ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ കറിയാണ്. കറിക്കുള്ള അരപ്പാണ് നമ്മൾ ആദ്യം ഇവിടെ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അര തേങ്ങ ചിരണ്ടിയത് എടുത്തേക്കുവാണ്. അത് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇടുന്നുണ്ട്. 5 അല്ലിയാണ് ഞാൻ എടുത്തേക്കണത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞിടാം. നമുക്ക് അരിഞ്ഞ് വെളുത്തുള്ളി ഇടുവാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളം കുറച്ച് കൂടുതൽ വേണം. വെള്ളം ഒഴിച്ച് നമ്മളിത് നല്ലപോലെ അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരഞ്ഞു കിട്ടണം. നമുക്ക് അരപ്പ് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് ഒഴിക്കുവാണ്. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരപ്പ് നല്ലതുപോലെ വടിച്ചതിനകത്തോട്ട് ഒഴിക്കുവാണ്. ഇതിലോട്ട് നമ്മൾ ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ 4 ചുവന്നുള്ളിയാണ് എടുത്തേക്കണം. ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ നീളം കുറച്ച് പൊളന്നിട്ടിരിക്കുന്നത്, അതും ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ഇടുവാണ് ഇതിലേക്ക്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കനം കുറച്ചരിഞ്ഞ ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഇടണം. പിന്നെ നമ്മൾ ഇടുന്നത് കൊടംപുളിയാണ്. ഞാൻ 6 കഷ്ണം എടുത്തിട്ടുണ്ട്. 6 കൊടംപുളി കഷ്ണം അത് ഇതിലേക്ക് ഇടണം. പിന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഇതിലേക്ക്. കറിക്ക് വെള്ളം ആവശ്യമുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. അരപ്പ് ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചെമ്മീൻ ഇടണം. 1/2 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം. ചെമ്മീൻ വെന്ത് കിട്ടണം. ഒരു 10-20 മിനിറ്റ് എടുക്കും ചെമ്മീൻ വെന്ത് കിട്ടാൻ വേണ്ടി. അതുവരെ നമുക്ക് അടുപ്പയിൽ വെക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ചെമ്മീൻ വേവിക്കുന്നത്. അത് കഴിഞ്ഞ് ചെമ്മീൻ തിളച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്കാക്കി 15 മിനിറ്റും കൂടി വേവിച്ചാൽ മതി. ചെമ്മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ നമ്മൾ അടുപ്പത്ത് വെക്കുവാണ്. ഇതിലോട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പം കടുക് ഇടണം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടുവാണ്. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.